ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് 2 ആഴ്ച കേട്ടോ. കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ ആ ഒരു കേക്ക് ബോർഡ് തന്നെ ഇവിടെ ആൾക്കാർ കളിക്കാനും എടുത്തു. അപ്പോൾ ഈ വീഡിയോ നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ടൈം എടുത്തുന്നുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നിങ്ങൾ കട്ട് ചെയ്ത് നോക്കും. കാര്യം ഞാൻ എല്ലാം കഴിഞ്ഞ് വോയിസ് ഓവർ കൊടുക്കാതെ കാത്തിരുന്നാണ് ഇപ്പോൾ 2 ആഴ്ച ആയത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും നോക്കുന്നില്ല, എന്തായാലും വോയിസ് ഓവർ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് നമുക്ക് ഓൾറെഡി ഇത് ചെയ്യുന്നതിൻ്റെ ഒപ്പം വോയിസ് കൊടുക്കാൻ പറ്റാറില്ല. പൊതുവേ ഇവിടെ എന്തെങ്കിലും തിരക്കുകളോ അതല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആവും. അത് കാരണമാണ് നമ്മൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കേക്ക് ഞാൻ പുറത്തേക്കോ അല്ലെങ്കിൽ ഓർഡറൊന്നുമല്ല, ഇത് നമ്മൾ വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കിയതാണ്. മെയിനായിട്ട് ഇതിന് മുന്നേ ഒരു 1/2 kg വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നമുക്ക് ഓർഡർ വന്ന സമയത്ത് ഞാൻ 6 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ 6 ഇഞ്ചിൻ്റെ ടിന്ന് വെക്കുമ്പോൾ എൻ്റെ OTG ഒരു ടിന്നോട് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസ് ഉള്ളത് കാരണം തന്നെ ഞാൻ ഒരു ടിന്നും കൂടി വെക്കാമെന്ന് വിചാരിച്ചു. 6 ഇഞ്ചിൻ്റെ ടിന്നൂടി വെച്ച് വെറുതെ ഒരു വാനില കേക്ക് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. എന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു തീം ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഓർഡറൊക്കെ വരാണെങ്കിൽ ചെയ്യുമ്പോൾ പിന്നെ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞ കേക്കൊന്ന് തിരിച്ചെടുക്കാൻ നല്ല പാടുപെട്ടു കേട്ടോ. ഞാനിങ്ങനെ കാര്യം നമ്മൾ സ്പീഡിലൊക്കെ ഇട്ട് ചെയ്യുന്നത് കൊണ്ട് ആൾക്കാർ ഇത് ഭയങ്കര സിമ്പിളാണ്, പക്ഷെ എല്ലാം ഭയങ്കര പാടാണ് സംഭവം. പിന്നെ മെയിനായിട്ട് എനിക്ക് 2 പിള്ളേരുണ്ട്. അപ്പോൾ 2 റബ്ബിനൊന്നും മേച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ മൂത്താളെ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മളൊരു 3 മണി വരെയൊക്കെ ഫ്രീ ആണ്. ആള് 3:30 കഴിഞ്ഞ് വരുള്ളൂ. പക്ഷേ ഇളയാള് 1.5 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം ആള് അടുത്തുനിന്ന് മാറാനൊക്കെ ഇച്ചിരി പാടാണ്. ആളെ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യാന്നുള്ളതും ഭയങ്കര പാടാണ്. ഇപ്പൊ ഈ കേക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ആള് ഭയങ്കര കരച്ചിലേക്കായിരുന്നു. പിന്നെ ഒരു കണക്കിനാണ് ഞാൻ കേക്ക് ചെയ്തെടുത്തത്. അതിൻ്റെതായ ചെറിയൊരു കുറവൊക്കെ കേക്കിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു ഡിസൈൻ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതാണ്. ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ വീഡിയോസും അങ്ങനെ കുറേ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ വരും. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അങ്ങ് വിടണം. ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അറിയിക്കുക. അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പം നിങ്ങളുടെ ഓരോ കമൻസാണ് നമുക്കതിന് പ്രചോദനമാവുന്നത്. പിന്നെ ഞാൻ പൊതുവേ ഒരു കാര്യം പറഞ്ഞാൽ ബേക്കിംഗ് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഒരു കോഴ്സേ ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ഇതിലും ഞാൻ നിന്നിട്ടില്ല. നമ്മൾ ഈ കൊറോണ സമയത്തൊക്കെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് ഒരു ട്രെൻഡിങ് ആയിരുന്നല്ലോ ബേക്കിംഗ്. ആ സമയത്ത് ഞാനും കേക്ക് ഉണ്ടാക്കി പഠിച്ചു എന്നല്ല കേക്ക് ഉണ്ടാക്കി എന്നല്ലാതെ എനിക്കങ്ങനെ വലിയ കേക്കുമായിട്ട് ആത്മബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനിയും പിന്നെ നമുക്ക് OTG ഒന്നാമത് ഇത് ഉണ്ടാക്കിയ സമയത്തൊക്കെ ആദ്യമേ നമ്മൾ ഈ കടയിലൊക്കെ വെച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലരൊക്കെ ഫ്ലോപ്പ് ആവാറുന്നു. എന്നാലും കുഴപ്പമുണ്ടായില്ല. പിന്നെ OTG കിട്ടിയ പിന്നെയും സംഭവം നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ OTG കേക്ക് വെച്ച് കുറച്ച് കഴിയുമ്പോൾ കറണ്ട് പോകും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. പക്ഷെ കറണ്ട് പോയില്ലെങ്കിൽ നമുക്ക് നല്ല കേക്ക് കിട്ടാറുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. സംഭവം ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇതിൽ ക്രഷ് ഒന്നും യൂസ് ചെയ്തില്ല. പൊതുവേ ഞാൻ ചെറീസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഒന്നല്ലെങ്കിൽ സ്ട്രോബെറി ക്രഷ് അല്ലെങ്കിൽ പിസ്തയുടെ ക്രഷ്. കാര്യം സ്ട്രോബെറിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്കാണ് പിസ്ത ക്രഷ് വെച്ചിട്ട് ഞാൻ വൈറ്റ് ഫോറസ്റ്റ് ചെയ്ത് കൊടുക്കും. പക്ഷെ അതും നല്ല ടേസ്റ്റാണ്. ചെയ്യുന്നവരുണ്ടെങ്കിൽ അതറിയാൻ പറ്റും. കാര്യം നല്ല രീതിയിൽ നമുക്ക് കിട്ടുകയും ചെയ്യും, വേറൊരു ടേസ്റ്റും കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ സ്ട്രോബെറി ക്രഷ് ഇതിനകത്ത് ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് വലിയ താല്പര്യമില്ല. ആൾക്ക് അതല്ലാതെയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.